സംഭവം എല്ലാം പെർഫെക്റ്റ് ആണ്. കാരണം എനിക്കിപ്പോ ഒരു കോൺഫിഡൻസ് ഉണ്ട് എടുക്കാനായിട്ട്. വാല്യൂ ഫോർ മണി തന്നെയാണ്. കാരണം നമ്മൾ ആ ഒരു എമൗണ്ട് കൊടുത്താലല്ലേ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടത്തുള്ളൂ. എനിക്ക് പ്രോഫിറ്റബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സജസ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. നമുക്ക് ലോസ് ആണെങ്കിലല്ലേ നമ്മൾ ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാതിരിക്കുക. സപ്പോർട്ട് എല്ലാം സൂപ്പറാണ്. കാരണം വിസാർ ആണെങ്കിൽ എപ്പോഴും മെസ്സേജ് അയച്ചാലും റിപ്ലൈ ആയിരുന്നു. എന്തൊക്കെയാണ് ബ്രോ വിശേഷം? സുഖം സുഖം. അടിപൊളി. അടിപൊളി. പിന്നെ ബ്രോ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് ബിഗിനർ ആയിട്ടാണോ ഇന്റർമീഡിയറ്റ് ആയിട്ടാണോ? ബിഗിനർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ബിഗിനർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? പിന്നെ ഓക്കെ. ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ ട്രേഡിംഗ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു. ട്രേഡിംഗിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണല്ലേ? എങ്ങനെയുണ്ട് ബ്രോ? കോഴ്സ് എടുത്തിട്ട് ഇപ്പൊ എത്രയായി ബ്രോ? കോഴ്സ് എടുത്തിട്ട് 2 മാസം. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു കോഴ്സ് എടുത്തിട്ട് എക്സ്പീരിയൻസ് എന്തുണ്ട്? സംഭവം എല്ലാം പെർഫെക്റ്റ് ആണ്. കാരണം എനിക്കിപ്പോ ഒരു കോൺഫിഡൻസ് ഉണ്ട് എടുക്കാനായിട്ട്. ഡെമോയിൽ ചെയ്ത് നോക്കാറ്? ഡെമോ തന്നെ ലൈവ് അക്കൗണ്ടിൽ ബാക്ക് ടെസ്റ്റ് അല്ലല്ലോ, ലൈവ് മാർക്കറ്റ് തന്നെയല്ലേ ചെയ്യുന്നത്? അതെ അതെ അതെ. എങ്ങനെ ലൈവ് മാർക്കറ്റിൽ വർക്കിംഗ് ആയോ TMC പ്രോന്? ആ വർക്കിംഗ് ആവുന്നുണ്ട്. ഞാനിപ്പം എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ മറ്റേ ഫണ്ടിങ് വെബ്സിൽ ഒരു ഫണ്ടഡ് അക്കൗണ്ട് എടുത്തു. ഓക്കെ. പക്ഷെ അതില് ഏറ്റവും കുറഞ്ഞ അല്ല, പാസ്സാവാൻ വേണ്ടി ചെയ്യുന്നതല്ല, ഏറ്റവും കുറഞ്ഞ ലോട്ട് സൈസ് ഇട്ട് പതിയെ ചെയ്യുക. പാസ്സാവണമെന്നില്ല, പതിയെ റെഡി ആയതിനു ശേഷം ലോട്ട് സൈസ് മാറാന്ന് വിചാരിച്ചു. പാസ് ആക്കണം. പാസ്സാവും പാസ്സാവും. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ ബ്രോ. ഓക്കെ. താങ്ക് യു. പിന്നെ എങ്ങനെയുണ്ട് ട്രൂസൻസിന്റെ സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? സപ്പോർട്ട് എല്ലാം സൂപ്പറാണ്. കാരണം വിസാർ ആണെങ്കിൽ എപ്പോഴും മെസ്സേജ് അയച്ചാലും റിപ്ലൈ ആയാലും കുറച്ച് ലേറ്റ് ആയാലും റിപ്ലൈ തരും, ലേറ്റ് ആയാലും റിപ്ലൈ തരും. ഞാൻ ഏത് ട്രേഡ് എടുത്താലും അയച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ, വെരി സ്ക്രീൻഷോട്ട് ഗുഡ്. അയച്ചു കൊടുക്കും. എന്റെ അടുത്ത് പറയാറുണ്ട്. അതുപോലെ തന്നെ എങ്ങനെ ആ, തോന്നുന്നു ബ്രോ, വാല്യൂ ഫോർ മണിയാണോ കോഴ്സ്? ഇപ്പൊ 50,000 രൂപയും കൊടുത്തിട്ട് കോഴ്സ് പഠിക്കണം എന്നൊക്കെ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. ബ്രോ എന്താ പറയാനല്ലേ? അല്ല, വാല്യൂ ഫോർ മണി തന്നെയാണ്. കാരണം നമ്മൾ ആ ഒരു എമൗണ്ട് കൊടുത്താലല്ലേ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടത്തുള്ളൂ. സംഭവം തീർച്ചയായും സൂപ്പറാണ്. അതെ തീർച്ചയായും അതെ. തീർച്ചയായും. അതുപോലെ തന്നെ ബ്രോ, പിന്നെ ഇപ്പം പുതിയതായിട്ട് ഒരുപാട് ആൾക്കാർ കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. ഫോറക്സ് പഠിക്കണം, വശം പഠിക്കും. ഒരുപാട് ഇപ്പം പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് ഫോറക്സ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ഒരു കോഴ്സ് ആൾക്കാരുടെ വിചാരം. അതിൽ TMC ആണോ, ICT ആണോ, SMC ആണോ എന്ന് അവർക്ക് അറിയില്ല. ഒരുപാട്. ഒരുപാട് കോഴ്സ് ഉണ്ട്. അതെ ബ്രോന് അതെ അതെ. ട്രൂസൻസിന്റെ അല്ല TMC സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അല്ലാതെ എന്തുകൊണ്ട് ചെയ്യാം? സജസ്റ്റ് ചെയ്യാം. കാരണം എനിക്ക് പ്രോഫിറ്റബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സജസ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. നമുക്ക് ലോസ് ആണെങ്കിലല്ലേ നമ്മൾ ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാതിരിക്കുക. തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. നമ്മൾ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോവാന്നുണ്ടെങ്കിൽ സക്സസ് ഉണ്ടാവും എന്നുള്ളത് ഡേ ബൈ ഡേ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. സംശയമുണ്ടോ ബ്രോന് അതില്? സംശയമൊന്നുമില്ല. സംഭവം എല്ലാം കറക്റ്റ് ആണ്. ഓക്കെ ബ്രോ. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. എത്രയും പെട്ടെന്ന് തന്നെ ഫണ്ടിങ് ബിബ്സ് പാസ്സാക്കിയിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് അഭിമാനത്തോട് കൂടിയിട്ട് ഷെയർ ചെയ്യും ബ്രോ. മാത്രമല്ല, അതിൽ നിന്ന് പ്രോഫിറ്റ് എടുത്ത് കാണിച്ചു കൊടുക്കുക ബ്രോ. അതെ അതെ. ഓക്കെ. അപ്പോ ഓൾ ദ തീർച്ചയായും ബ്രോ. വെരി ബെസ്റ്റ്. ഓക്കെ. ഓക്കെ ഓക്കെ. ബ്രോ. താങ്ക് യു.